ഹേ ഗൈസ്, സിൽവർ ആരോൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സോ എഗെയിൻ നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സെറ്റ് ആസ്ത്ര BS6-ൻ്റെ ബസ്സുമായിട്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്നൊരു ലഹരി ബസ്സാണ് ഗൈസ് ചെക്ക് പോസ്റ്റ് കടത്താൻ വേണ്ടി പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ലഹരിയുള്ളൊരു ബസ്സാണ് ഗൈസ് നമ്മളുടെ ഇന്ന് ചെക്ക് പോസ്റ്റ് കടത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ വണ്ണസ് പോകുന്നുണ്ട്. അപ്പോൾ അത് ഏതാണ് ബസ്സെന്ന്, വണ്ണസല്ല നമ്മുടെ ബസ് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിന്തിച്ച് ഊഹിച്ച് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഗുഡ്. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്, ഏതാണ് നമ്മുടെ ബസ്സെന്ന്. ഇത്രയും വലിയൊരു ക്ലൂ ആണ് ഗൈസ് നമ്മൾ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളെ DNA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ബസ്സാണ് ഗൈസ്. അപ്പോൾ ഇത്രയും വലിയ ക്ലൂ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ബസ് ഏതാണെന്ന് നോക്കിയാലോ. ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ് കുറച്ച് ദൂരമുണ്ട് നമ്മളുടെ ബസ്സിനടുത്തോട്ട് പോകാൻ, കുറേ അപ്പുറമാണ്. ഞാൻ നടന്ന് ഇവിടം വരെ എത്തിയതാണ്. സോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്. നമ്മൾ റോഡ് ടു 200 ആണ്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു 100 ലൈക്സ് ആണ് ഗൈസ്, ആസ് യൂഷ്വൽ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. അപ്പോൾ അതാണ് ഗൈസ് നമ്മുടെ ബസ് ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മുടെ ബസ്സിൻ്റെ അഭിപ്രായം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ബസ്സാണ് ഗൈസ് കൊക്കെയിൻ. അപ്പോൾ നമ്മളിന്ന് കൊക്കെയിൻ്റെ DNA ബസ്, അതാണ് ഗൈസ് ഞാൻ പറഞ്ഞത് നമ്മളെ DNA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണെന്ന്. അപ്പോൾ നമ്മളിന്ന് DNA ഒക്കെ ആയിട്ടുള്ളൊരു ബസ്സാണ് ഗൈസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ആസ്ത്രയാണ് ഗൈസ്. കുറേ കാലമായിട്ട് നമ്മൾ സെറ്റ് ആസ്ത്രയിൽ തന്നെയായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴും സെറ്റ് ആസ്ത്രയിൽ തന്നെയാണ് ഗൈസ്. അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ZON കൊണ്ടുവരുന്നതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ എഞ്ചിൻ്റെ മുന്നിലുള്ള സാധനമൊക്കെ പൊക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ സുനമൊക്കെ ഉണ്ട്, ഐ മീൻ ബസ്സിൻ്റെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് പവറാക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് പതിയെ നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സോങ്ങൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്യുന്നല്ല ഗൈസ്, നമ്മൾ സോങ് ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ച് നമ്മൾ ഡ്രൈവിങ്ങിൽ ആഡ് ചെയ്യുന്നിടുന്നതാണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻറ്റീരിയർ വ്യൂ. നമ്മളെ ജയ്ഗുരുവിനെ മാതിരി തന്നെ ഇതിൻ്റെ മുകളിലും അത്യാവശ്യം നല്ല ബ്രൈറ്റാണ് ഗൈസ്. അപ്പോൾ ഇത് വണ്ടി വിട്ട് ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ അത് ഓഫ് ആവും, പക്ഷേ മുന്നിലോട്ടൊന്നും കാണത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എക്സ്റ്റീരിയർ വ്യൂവിൽ തന്നെ അധികം നോക്കാം ഗൈസ്, എങ്ങനെയാണ് നമ്മുടെ എക്സ്റ്റീരിയർ വ്യൂ എന്ന്. അപ്പോൾ നമുക്ക് ബസ് പതിയെ അങ്ങോട്ട് എടുത്താലോ ഗൈസ്. ഇതാണ് നമ്മുടെ ബസ്. ഹോണൊക്കെ കേൾപ്പിച്ച് തരാം. ഓക്കെ ഗൈസ്, ഹോണായിട്ട് കഴിയുന്നുണ്ട് ഗൈസ്. നമ്മുടെ മൂന്നാമത്തെ ഹോണാണത് ഗൈസ്. ഇത്രയും ഹോണുണ്ട്, നമുക്ക് ഒന്നും കൂടെ ഉണ്ട്. പക്ഷെ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഫസ്റ്റും തേർഡും അതേമാതിരി നമ്മുടെ സ്റ്റിയറിംഗ് ഹോണാണ് ഗൈസ് ഇഷ്ടപ്പെട്ടത്. പിന്നെ നമ്മളുടെ സ്റ്റിയറിംഗ് ഹോൺ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തതെന്നുള്ളൊരു വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബസ് അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തോട്ട് ഇറക്കിയിട്ട് നമ്മൾ ടൂറിസ്റ്റ് ബസ്സാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തോട്ട് ഇറക്കുന്നത്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്നത്തെ കൊക്കെയിൻ്റെ ഒരു വ്യൂ ഗൈസ്. നോക്കിയാൽ ഏതായാലും ഒരു വരവ് സെറ്റ് ആസ്ത്രയാണ് ഗൈസ് പവർ. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ 2-3 ദിവസമായിട്ട് ഇതാണ് ഗൈസ് നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവരാൻ പോകുന്ന ബസ്. പോലെ ഞാനിവിടെ ഈ ഒരു ബസ്സാണ് ഗൈസ് നമ്മൾ അടുത്തതായിട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കൊക്കെയിൻ DNA ബസ് ഗൈസ്. അപ്പോൾ നമുക്ക് അപ്പുറത്തൂടാണ് പോകേണ്ടത്. ഓക്കെ ഗൈസ്, എക്സ്റ്റീരിയർ വ്യൂ ആയതുകൊണ്ട് എൻ്റെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ അധികം ഒന്നും പ്രതീക്ഷിക്കേണ്ട ഗൈസ്. അപ്പോൾ ബസ് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. എടാ ഈ അടിയൊക്കെ കണ്ടോ, നൈസായിട്ടാണ് ഗൈസ് വരുന്നത്, തട്ടാണ്ട് നോക്കി. വൈബായിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞു. 100 ലൈക്സ് ആണ്. എല്ലാവരും ലൈക്ക് ചെയ്ത് പവറാക്കുക ഗൈസ്. സോ നമുക്ക് ഇൻറ്റീരിയർ വ്യൂ തന്നെ ഇടാം ഗൈസ്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ അതൊന്ന് ഡിം ചെയ്ത് വെക്കാം നമ്മളെ എഡിറ്റിങ്ങിൻ്റെ സമയത്ത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ കൊക്കെയിൻ നമ്മളിന്ന് ചെക്ക് പോസ്റ്റ് കടത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ടായാൽ മതിയായിരുന്നടേ. ഞാൻ ചെക്ക് പോസ്റ്റ് ഒന്നും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല. ഉണ്ടാവണം ഗൈസ്, ഇല്ലാണ്ട് എവിടെ പോകാനാണ് നമ്മളെ ചെക്ക് പോസ്റ്റ്. അങ്ങനെ അടുത്തൊരു ലോഡിങ്ങിലോട്ടാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, ഏത് വേണമെന്ന്. അടുത്ത ബസ് നമ്മൾ അടുത്ത ബസ്സാണ്, നമ്മൾ ZON ആണ് ഇറക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ല ഗൈസ്, നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ ഹോൺ എങ്ങനെ ചേഞ്ച് ചെയ്തു. ഈ ഒരു ട്രാഫിക് മോഡിൽ ഇതല്ലായിരുന്നു ഗൈസ് ഹോൺ. അപ്പോൾ ഞാനത് അഡീഷണലി ആഡ് ചെയ്തൊരു ഹോണാണിത്. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ആഡ് ചെയ്തത് എന്നുള്ളൊരു കംപ്ലീറ്റ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വീഡിയോ ആണ് ഗൈസ്. ഞാൻ ഇതിൻ്റെ തൊട്ട് പുറകിലുള്ളൊരു വീഡിയോ ആണെന്ന് തോന്നുന്നു, തൊട്ട് പുറകിലുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക ഗൈസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അഥവാ ഇതിൻ്റെ എൻഡ് സ്ക്രീനിൽ ഇടാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇടാം ഗൈസ്. ബ്രൈറ്റ്നസ് കുറവുണ്ടോ? ബ്രൈറ്റ്നസ് കുറവായതുകൊണ്ടാണോ അറിയില്ല, രാത്രി ആയതുകൊണ്ടായിരിക്കും ഗൈസ് ഇത്ര വെളിച്ചം. ബസ്സിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ പവർ കുറവാണ് ഗൈസ്. സൈഡ് തട്ടില്ലേ, സോറി ഗൈസ്. ഞാനതങ്ങോട്ട് കുറച്ച് അടുപ്പിച്ചെടുത്തതാണ്. എടാ ഗിയർ ഞാൻ ഡൗൺ ചെയ്തില്ലടാ, വെറുതെ ഒരു കൺട്രോൾ ഇട്ടില്ല. അത് ഭയങ്കരമായിട്ട് കണ്ണിലോട്ട് അടിക്കുന്നുണ്ടോ. ഞാൻ ഒന്നാമത് ഇരുട്ടത്തിരുന്നാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഭയങ്കരമായിട്ട്. എടാ ബസ്സിൻ്റെ റിഫ്ലക്ഷൻ നോക്കിയേ, ലൈറ്റിൻ്റെ അടിയിലൊക്കെ പോകുമ്പോൾ വീട്ടിലത്തെ വെള്ളമൊക്കെ അടിച്ച് കാണുക. എടാ പുറത്തുനിന്ന് നോക്കുമ്പോൾ ബസ്സിൻ്റെ ഹെഡ്ലൈറ്റിനൊക്കെ നല്ല അത്യാവശ്യം പവർ ഉണ്ട് കേട്ടോ. പക്ഷേ ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോഴാണ്
നമുക്കൊന്നും മനസ്സിലാവാത്ത. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ചുരം കയറാനാണ് ഗൈസ് പോകുന്നത്. ഇൻറ്റീരിയർ ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. ഞാനിതിൻ്റെ ഇൻറ്റീരിയറിലായൊരു ബ്ലാക്ക് അടിച്ചാലോ, എന്ത് പറയുന്നത്? 2 മിനിറ്റ് ഗൈസ്, ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യും. ഞാൻ കട്ട് ചെയ്തെടുത്തോളാം അത്. ഐ മീൻ ഞാനൊന്ന് എഡിറ്റ് ചെയ്ത് വരാം ഗൈസ്. ആ ഒരു ലിവറി അത് ഭയങ്കരമായിട്ട് കണ്ണിലോട്ട് അടിക്കുന്നു ഗൈസ്. നമുക്കൊന്ന് ഇവിടെ ഒന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. മിക്കവാറും വണ്ടി എടുക്കാൻ നേരത്ത് പാർക്കിങ്ങിലൊന്നും ആയിരിക്കില്ല കിട്ടുക ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയർ വ്യൂവിലെ ഒരു ഇതുണ്ടോ, ഇതുമല്ല ഇതുണ്ട് ഗൈസ്. ഭയങ്കരമായിട്ട് വെളിച്ചടിക്കുന്നു കണ്ണിലോട്ട്. അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കി തരട്ടെ. സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്, ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ലിവർ റീ എഡിറ്റ് എന്ന് പറയുക കോപ്പറേറ്റ് കിട്ടണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ ഫുൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഒരു ഫോട്ടോ ഒക്കെ അവിടെ വെക്കട്ടോ, പക്ഷേ വേണ്ട, ഒക്കെ ഭയങ്കര പ്രശ്നമാണ് ഗൈസ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. MVD ഒക്കെ സൈഡിൽ കൂടെ പോകുന്നുണ്ട് ഗൈസ്. ഒറ്റ മിനിറ്റ്. ഓക്കെ, നമുക്കിതായാലും നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ പവറാണ് ഗൈസ്. അയ്യോ, എന്തായി പോലെ വണ്ടി റിവേഴ്സ് പോകണം. സൈഡ് നമ്മൾ കൊമ്പൻ പോകുന്നുണ്ട് ഗൈസ്. സൈഡിൽ കൂടെ ഈ ഒരു ഫോട്ടോ സാർ, ഒരു ഓട്ടോഗ്രാഫ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളടുത്ത ലിമിറ്റഡൊക്കെ വരുന്നുണ്ട് സൈഡിൽ കൂടെ. നമുക്കതൊക്കെ പോയതിന് ശേഷമാണ് ഗൈസ് വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ. ബ്രേക്ക് ചവിട്ടി ആക്സിലറേറ്റ് ചവിട്ടണം ഗൈസ്, ഇല്ലെങ്കിൽ പെടും. കാരണം വൻ കയറ്റമാണ് ഗൈസ് ഇത്. ഇപ്പോൾ വണ്ടി വലിയുന്നില്ല, വണ്ടി കയറുന്നില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ കയറി ഗൈസ്. നമ്മൾ ഫൈനലി കയറി. ഇതാ ചെയ്യേണ്ട പോകുന്ന ആളിയാ, പറയണ്ട. നമ്മളിങ്ങനെ കയറി ഗൈസ്. ഇവിടെ കയറി പാടെ ഒരു ഇറക്കം. എന്താ പിന്നെ എന്തിനാണ് കയറ്റം വെക്കുന്നത് ഇവിടെ ഇറങ്ങാനാണെങ്കിൽ? അറിയാൻ പാടില്ല ചോദിക്കുക ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു കയറ്റം കയറി. ഇവിടെ വൻ കയറ്റമാണ് കേട്ടോ, ഒന്നും പറയണ്ട, സീന് കയറ്റും. ഇവിടെയൊക്കെ വണ്ടി അടിയൊക്കെ തട്ടൂടാ, വണ്ടീൻ്റെ അടി തട്ടൂടാ അവിടെ. ഓ, കയറി വരുന്ന വണ്ടി. എൻ്റെ മോനെ, വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ചെന്നൈക്ക് ബ്രേക്ക് കിട്ടുക എന്നുള്ള കാര്യത്തിൽ 100% ഷുവറാട്ടോ. അത് പോകുന്നുണ്ടോ, ലോറി പോകുന്നുണ്ട്. ഓ, ഫസ്റ്റ് ഗിയറിൽ കയറിപ്പോവാ. ഗിയർ മാറ്റിയാൽ കയറുവാ. അങ്ങനെ സീനാണ്. ഗിയറൊക്കെ മാറ്റി കയറും കേട്ടോ. വണ്ടി പവറാണ്, എൻജിനൊക്കെ പവറേഷാണ് ഗൈസ്. ഒന്നും പറയണ്ടേ. വേറൊരു വണ്ടി പറ്റിയടാ, ഞാനൊന്നും കാണില്ല. അയ്യോ, ഇവിടെ ഫുള്ള് പൊസിഷനായിരുന്നല്ലേ. നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവും 99 ആണ് നമ്മുടെ വണ്ടീൻ്റെ പെർസെൻറ്റേജ്. അത് വേറൊന്നുമില്ല, ഞാൻ ഈ ലിവർ മറ്റേ ഇൻറ്റീരിയർ ഒന്ന് റെഡിയാക്കാൻ പോയില്ലേ. ഞാൻ എന്തിനാണ് ഇൻറ്റീരിയർ റെഡിയാക്കിയിട്ട് പിന്നെ എന്തിനാ എക്സ്റ്റീരിയർ റൂമില്ലേ. അത് ഞാൻ അവിടെ അടി തട്ടുമില്ലയോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ച് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ബട്ട് നോ വറീസ്, അടിയൊന്നും തട്ടിക്കുണ്ടോടാ. എനിക്ക് സത്യം പറയട്ടെ, എനിക്ക് എൻ്റെ എൻജിൻ സൗണ്ടൊന്നും കേൾക്കില്ല. അയ്യോ, അത് എൻജിൻ്റെ ഫോൺ അടിയുന്നുണ്ടല്ലേ. ഫോണ് ചെവീൻ്റെ അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാലേ കേൾക്കും, കാരണം അത്രയും മൈന്യൂട്ടിലാണ് ഞാനിപ്പോൾ വെച്ചതിൻ്റെ സൗണ്ട്. പക്ഷേ എനിക്ക് വീഡിയോസ് ശ്രദ്ധിച്ചാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. അത് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മുടെ റെക്കോർഡർ തന്നെയാണ് കേസ് റെക്കോർഡ് ചെയ്യുന്നത്. സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം വോളിയം കുറച്ച് വെച്ച് റെക്കോർഡ് ചെയ്യുന്നതെന്നുള്ളൊരു ഫീച്ചർ നമ്മുടെ റെക്കോർഡറിൽ വേണം, എങ്കിലേ റെഡി ആവുള്ളൂ. മറ്റ് സിസ്റ്റത്തിൽ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കേൾക്കില്ല. സത്യം പറഞ്ഞാൽ എനിക്കിതിലൊന്നും കേൾക്കില്ല. വണ്ടീൻ്റെ എഞ്ചിൻ സൗണ്ട് സത്യം പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല. ഗിയറൊക്കെ മാറ്റേണ്ട സമയം ഇപ്പോൾ കഴിഞ്ഞു. പക്ഷേ ഗിയറൊക്കെ ഞാൻ എപ്പോഴാണ് മാറ്റുന്നത്? നമ്മൾ പറപ്പിക്കുക കേട്ടോ, ഒരിറക്കാണിത്, വൻ ഇറക്കാണ്. ഓ, വണ്ടി കൺട്രോളില്ല കേട്ടോ. പക്ഷേ ഞാൻ ഈ മോഡ് കളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സെറ്റ് ആസ്ത്ര ഒഴിവാക്കാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, സെറ്റ് ആസ്ത്ര ഭയങ്കര കൺട്രോൾ കിട്ടുന്നുണ്ട് കേസ് ഇതിൻ്റെ അകത്ത്. ടി വി സെറ്റ് BS6 മാത്രമല്ല കേസ്, നമ്മളെ സെറ്റ് ആസ്ത്ര ഒറിജിനലില്ലേ, അതായത് ബാക്കൊക്കെ സെറ്റ് ആസ്ത്ര വരുന്നത്, അതിൻ്റെ അകത്ത് കിട്ടില്ല. ഭയങ്കര സ്റ്റക്കായിരിക്കും കേസ്, അതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതെടുക്കാത്തത്. ഇത് വരുന്നത് ടി വി സെറ്റിൻ്റെ BS6 വിത്ത് എന്തോ വേറൊരു മോഡാണ് കേസ് ഇത്. അപ്പോൾ അത്ര ഹാങ് ഇല്ല കേസ്, മറ്റേ ഭയങ്കര ഹാങ്ങാണ്. എടാ, ഇതിൻ്റെ ഇവിടുന്ന് റിട്ടേൺ പോകുന്നൊരു മോഡ് നമ്മൾ ബസ്സിൻ്റെ ഗെയിം നമ്മൾ കളിച്ചിട്ടുണ്ട്. കാരണം തിരിച്ചങ്ങോട്ട് നേരെ ഓപ്പോസിറ്റ് വഴി കൂടെ നമ്മൾ വേറൊരു ബസ് വെച്ച് പോയതാണ്. അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിൽ പോയി കഴിഞ്ഞാൽ അവൈലബിൾ ആണോടായി. ഓ, വെറുതെ അല്ല, എൻ്റെ ഹെഡ്ലൈറ്റ് ഞാൻ എത്ര അടിച്ചിട്ടും ഡിമ്മാവാത്ത്. അത് നമ്മൾ ചേഞ്ച് ചെയ്യണ്ടേ കേസ്. ഇപ്പോൾ റെഡി. ഞാൻ കുറേ കേസ് ശ്രദ്ധിക്കും. നമ്മൾ ഈ പാസ് ലൈറ്റ് ഇല്ല, അതടിക്കുമ്പോൾ ഡ്രിമ്മായി ബ്രൈറ്റ് ആവേണ്ടതാണ്, അതാകുന്നില്ലേ. ഓ, ഹോൺ കേൾക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട്. അത് ചെവിൻ്റെ അടുത്തോട്ട് വെക്കണം കേസ്. ഫോണിപ്പോൾ ഒരു കണ്ണിൻ്റെ മുന്നിലാണ്. എൻ്റെ പൊന്നാളി ഒന്ന് പറഞ്ഞാൽ കണ്ണടിച്ചു. പക്ഷേ അതാണ് കേസ്. ഞാൻ നേരത്തെ നമ്മളെ നെയിം ബോർഡിൻ്റെ ബാക്കത്തെ ബ്ലാക്ക് ആക്കിയിട്ടിപ്പോൾ. നേരത്തെ ഭയങ്കരമായിട്ട് കണ്ണിലോട്ട് അടിച്ചിട്ട് കണ്ണൊക്കെ പഴുത്തില്ല, കണ്ണൊക്കെ അടിച്ച് പണ്ടാരടിക്കും കേസ്. ഇത്രയും ബ്രൈറ്റ്നസ്സാണ്. ഞാൻ ഒന്നാമത് ഇരുട്ടത്തായിരിക്കുന്നത്, അതുകൊണ്ട് ഒന്നും പറയാനില്ല. അങ്ങനെ അയ്യോ ലോഡിങ് കഴിഞ്ഞ് പാട്ടൊക്കെ ഓടിയപ്പോഴല്ലടാ, പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അവിടെ എത്തിയപ്പോൾ. അത് ഞാൻ പറയാൻ മറന്നു.
നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്യാൻ പോയില്ല, അതിനുശേഷം ഈ സ്പാട്ട് ഓൺ ചെയ്ത്. ഗൈസ് നമ്മുടെ ഗെയിം ലോഡിങ്ങിൻ്റെ ഇടയിൽ കൂടെ ലോഡിങ് ചെയ്യുന്ന സമയത്തിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് ക്ലോസ് ആയിപ്പോയി, ഫുൾ ആപ്പ് ക്ലോസ് ആയിപ്പോയി. ഞാൻ റീസ്റ്റാർട്ട് ചെയ്ത് ഒന്നുകൂടെ കൊണ്ടുവന്നതാണ്. സോ ലെറ്റ്സ് ഗോ ബാക്ക്. ഇനി ഒന്നും കൂടെ വീണ്ടും പുറത്ത് പോകാണ്ട് നിന്നാൽ മതിയായിരുന്നു കേട്ടോ. നിങ്ങളിതിപ്പോൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നേരം എന്നറിയാം ഗൈസ്. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ടൈം. തുണ്ടടാ അത് ഇവിടെ മുന്നോട്ട് പോകാൻ എത്ര ലിമിറ്റാണ് അടുപ്പിച്ച് പോകുന്നേ. ഇതേതാ റോസ് ഗീത, നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് ശ്രീമുരുകൻ, നെക്സ്റ്റ് ടൈം, നെക്സ്റ്റ് കൃതിക. ഓ ഏതാ എല്ലാം വേറെ വേറെ ബസ്. എനിക്ക് സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. അല്ലാണ്ട് എല്ലാവരും പേര് ലോസ് ഉണ്ടാവില്ലല്ലേ. അത് ഗെയിം ആയതുകൊണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത്. 5-6 റണ്ണസൊക്കെ അടുപ്പിച്ച് പോകുന്ന നമുക്ക് കാണാം. അതൊന്നും നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവനും കോയ ഇവനും കോയ, അല്ല ഞാനും കോയ അവനും കോയ, ഇപ്പം 2 കോയ, എന്തുവാടേ ഇത്. അങ്ങനെയൊക്കെയാണ് ഗൈസ് അത്. ഓക്കെ. അയ്യോ ഞാൻ റോങ് സൈഡല്ലേ പോകുന്നത്. എടാ ഞാൻ ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചിട്ട ഈ ഒരു മാപ്പിൽ. നമ്മൾ അങ്ങോട്ട് തിരിച്ച് പോയപ്പോൾ ചെക്ക് പോസ്റ്റ് ഒന്നും ഇല്ലായിരുന്നോ, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിൻ്റെ തൊട്ട് പിന്നെയുള്ള വീഡിയോ, തൊട്ട് പിന്നിലല്ല 2-3 വീഡിയോ മുന്നേ ഞാൻ ഈ ഒരു മാപ്പിൽ കൂടെ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് ഗൈസ്. അതിലൊന്നും നമ്മളിങ്ങനെ കണ്ടില്ല കേട്ടോ. ഒറ്റ മിനിറ്റ് ഗൈസ്, ഞാനിതിൻ്റെ ക്യാപ്ചർ ഒന്ന് നോക്കട്ടെ. ചെളിയുണ്ടോ ബസ്സിൽ? ചെളിയൊന്നും അധികം കാണാനില്ലല്ലേ ഗൈസ്. സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ചെളിയൊക്കെ പിടിച്ച് ഫുള്ള് കൊലാപ്സ് ആവേണ്ട ബസ്സല്ല, കൊലാപ്സ് ആവേണ്ട സമയം ഗൈസ്. ഇത് 1 വേ അല്ലേ ഗൈസ്? നമ്മളെ മറ്റേ വഴിയാണല്ലേ നമ്മൾ? അതവിടെ എത്തിയില്ലല്ലേ ഗൈസ്. നമ്മളെ ഈ ഒരു കോളനി ഓർമ്മയുണ്ട്, നമ്മളെ കളർഫുൾ കോളനി. ഇത് ഇതിഹാസിൻ്റെ വീഡിയോയിലാണെന്ന് തോന്നുന്നു. ഇതിഹാസിൻ്റെ 3 പാർട്ട് ഇട്ടുണ്ടായില്ല, ഏതൊരു വീഡിയോയിലാണ്, ലാസ്റ്റ് പാർട്ടിലാണെന്ന് തോന്നുന്നു. നമ്മളൊരു കളർഫുൾ കോളനിയിലൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് ഓർമ്മയുണ്ടോ? എക്സ്പ്ലോർ ചെയ്തില്ല, അതിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കി വന്നതാണ്. ആ ഒരു കോളനിയിലോട്ടുള്ളൊരു മാപ്പാണ് ഗൈസ് ഇത്. ഇപ്പോൾ ചെക്ക് പോസ്റ്റ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ് ഗൈസ്. ഞാൻ പ്രതീക്ഷിച്ചത് നമ്മൾ ഇന്നത്തെ ലഹരി നമുക്ക് ചെക്ക് പോസ്റ്റ് കടത്താനായിരുന്നു, ബട്ട് എല്ലാം പോയിടേ. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമ്മളെ എന്നിട്ട് ഈ അടുത്തൊന്നും വരില്ല, 5-6 മാസം കഴിഞ്ഞിട്ട്, 5-6 മാസം ഉണ്ടല്ലോ ഗൈസ്. ഇവിടെ പോയാൽ 2-3 ആഴ്ച കഴിഞ്ഞ് നമുക്ക് കൊക്കേനായിട്ട് ഒന്നും കൂടെയും പോവാം ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ കൊമ്പൻ്റെ 2-3 ബസ്സും കൂടെ ഉണ്ട് ഗൈസ് എക്സ്പ്ലോർ ചെയ്ത് ഓടിക്കാൻ. നമുക്കിനി കാനലിൻ്റെ ട്രിപ്പ് പോയി, ദാവൂദ് പോയി, ബോംബെ പോയി, അതുപോലെ പോകുമ്പോൾ എല്ലാം പോയി തോന്നുന്നത്. പക്ഷേ നമ്മളെ സെറ്റാസ്ത്ര, ബോംബെ, ദാവൂദ് എന്നിവയൊന്നും പോയില്ല. പിന്നെ നമ്മളെ കാളിയം പുതുതായിട്ട് ഇറങ്ങിയില്ല ഗൈസ്, ഇറങ്ങിയിട്ടുണ്ടോ അറിയില്ല. ഞാൻ കുറേ ദിവസമായി ഗൈസ് സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് എടുത്തിട്ട്. അപ്പോൾ കൊമ്പൻ്റെ കാളിയൻ എന്തായി ഗൈസ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, എന്താണിപ്പോൾ അതിൻ്റെ അവസ്ഥ എന്ന്. ഇറങ്ങിയാടോ? ഇറങ്ങിയതായിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ അറിവിൽ ഇറങ്ങിയില്ല എന്നാണ് ഗൈസ്. എനിക്ക് അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ എന്തിനാണ് അങ്ങോട്ട് കയറി വൈകി അപ്പുറത്തോട് തന്നെ പോയാൽ മതി. കുഴപ്പമില്ല ഗൈസ്, അങ്ങനെ ഇവിടെ കയറിൻ്റെ അടുത്തത്. അപ്പോൾ കളീൻ്റെ ഒന്ന് പറയട്ടോ, എനിക്ക് ഉറപ്പില്ല ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഗൈസ്. കുറേ ദിവസമായി നമ്മുടെ കൊമ്പൻ സ്ക്വാഡിൻ്റെ വെബ്സൈറ്റൊക്കെ, അതായത് സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ലിമിറ്റഡ് പോകുന്നുണ്ട്. സൈഡ് താ പിപി. ഇവിടെ എങ്ങളെക്കാട്ട് വലിയ ആൾ പോകുമ്പോഴാണ് അവസ്ഥയാണ്. കൃതിക സൈഡിൽ കൃഷാങ്. ലിമിറ്റഡ് വേഴ്സസ് ടൂറിസ്റ്റ് ബസ്. ലിമിറ്റഡ് ആണ് ശരിക്കും സ്പീഡ് പോകുന്നത് ഗൈസ്. നമ്മൾ ലിമിറ്റഡിൻ്റെ വീഡിയോ എടുത്തു, നമ്മൾ എല്ലാത്തിലും അധികം കുറേ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഗൈസ്, പക്ഷെ ആരും തന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നിങ്ങളെ സപ്പോർട്ട് നമുക്ക് ലൈക്സിലൂടെയും കമൻസിലൂടെയാണ് ഗൈസ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം ഗൈസ്, എന്തെങ്കിലും ഒരു കമൻറ്റ് എന്ന് പറഞ്ഞു. നമ്മുടെ ഡ്രൈവിംഗ് സ്കിൽസ് കൂട്ടാനോ അഥവാ എന്തെങ്കിലും ഒബ്ജക്ഷനോ അതേമാതിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം ഗൈസ്, എങ്കിലും നമുക്ക് അതിനനുസരിച്ച് ചെയ്യാം. അതേമാതിരി ഏത് ബസ് വേണം, ഏത് മോഡ് വേണം, നമുക്ക് JCB എയറോപ്ലെയിൻ വരെ അവൈലബിൾ ആണ് ഗൈസ്. ഓട്ടോറിക്ഷ മുതൽ സൈക്കിൾ മുതൽ എയറോപ്ലെയിൻ വരെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ് ഏത് വേണമെന്ന്. എയറോപ്ലെയിൻ കൊണ്ടുവന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് പറക്കൊന്നുമില്ല, റോട്ടിൽ കൂടെ പോകുന്ന എയറോപ്ലെയിൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. യാത്ര അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചില്ലേ. നട്ടുമുള്ള സൗണ്ടൊക്കെ നല്ല കിടക്കടയാക്കും പറഞ്ഞ് കേൾക്കും കിട്ടും ഫോണിൽ. പ്രൊഫഷണൽ ഡ്രൈവർ തന്നെയില്ല ഗൈസ്. അടുത്ത ലോഡിങ് ആണ് ഗൈസ്, ഇവിടെ ഉരുണ്ട് പോകുന്ന ആക്സിഡൻറ്റ് കൊടുക്കാം. ഓക്കെ ഗൈസ്, അടുത്ത ലോഡിങ്. ഓക്കെ, അടുത്തൊരു മാപ്പ് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ മിക്കവാറും ബസ് സ്റ്റാൻഡിലോട്ടുള്ള മാപ്പായിരിക്കും.
അപ്പോൾ നമുക്ക് നമ്മുടെ കളർഫുൾ കോളനി എവിടെയാണ് ഉള്ളത്? ഫോണൊക്കെ അവൈലബിൾ അല്ലടാ എല്ലാവർക്കും. നമുക്ക് ട്രാഫിക് ഒന്ന് ഫോളോ ചെയ്താൽ ഏതാ എടാ കൊമ്പന് ഹൈറ്റ് ഇല്ലടാ. ഞാൻ കളിയാക്കിയല്ല കേട്ടോ, കൊമ്പന് ഭയങ്കര ഹൈറ്റാണ് ഗൈസ്. നിങ്ങൾ ബോംബെൻ്റെ ഹൈറ്റ് എന്താ മനസ്സിലാവും, ഭയങ്കര ഹൈറ്റാണ് ഗൈസ്. അത്യാവശ്യം നല്ല ഡിക്കി സ്പേസും ഡിക്കി സ്പേസ് കൂട്ടാനാണ് തോന്നുന്നത് അവർ ഹൈറ്റ് കൂട്ടിയത്. ഭയങ്കര ഹൈറ്റിലാണ്, നല്ല ഹൈറ്റ് ഗൈസ്. ഇത് മോഡായതുകൊണ്ടായിരിക്കാം. പക്ഷെ നമ്മൾ മോഡ് ഇറക്കുകയാണെങ്കിൽ ഗൈസ് ഏകദേശം ഈ കൊക്കൈൻ്റെ അത്ര തന്നെ ഉണ്ടാവും. നമ്മുടെ കൊക്കയല്ല ഗൈസ്, കൊക്കൈൻ. അപ്പോൾ നമ്മുടെ കൊക്കൈൻ്റെ അതേ ഹൈറ്റിലാണ് ഗൈസ് നമ്മളെ സ്വന്തം നമ്മൾ ഇറക്കുകയാണെങ്കിൽ വരിക മോഡ്. ഇത് കുറേ നേരം ആയല്ലോടാ, പെട്ടോ. ആ ഓക്കെ, യെല്ലോ 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 ഗോ. Let's go. ഓക്കെ, ട്രാഫിക് ഒക്കെ ഒബേ ചെയ്തിട്ടാണ് നമ്മൾ. എന്താണ് ഗൈസ്, മാന്യം മര്യാദയ്ക്ക് ആയിട്ട് നമ്മൾ കൊമ്പം പയ്യൻട്രാ. അയ്യോ ഇങ്ങനെ അവിടെ നിർത്തിയിട്ടുള്ളൂ. അയ്യോ എന്നല്ല അയ്യേ, ഇതിൻ്റെ മോഡൊന്നും ശരിയില്ല. ഒരു റിയാലിറ്റി കിട്ടുന്നില്ല ഇതിൻ്റെ മോഡാണ്. എന്താണ് ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കും. കേരളയിൽ ഇതൊക്കെ പതിവല്ലേ, കേരള ട്രാഫിക് മോഡാന്ന് പറഞ്ഞിട്ട് 2 ആക്സിഡൻറ്റ്, പിന്നെ ലിമിറ്റഡ് വട്ടിടുക, അതൊക്കെ എന്താണ് ഒരു വൈബാണ്. ഇപ്പോൾ കേരളയിൽ എവിടെ നോക്കിയാലും അതേ കേൾക്കാം. പിന്നെ KSRTC സ്റ്റോപ്പിലൊക്കെ നിർത്തുക, സ്റ്റോപ്പിലൊക്കെ ആൾക്കാരെ വിൽക്കുക, ഇപ്പുറത്തൂടെ പോകുക. അത് ചുറ്റി വരുന്നത് ഭയങ്കര ടാസ്ക്കാണ്. അവിടെ ഗിയറൊക്കെ എപ്പോഴാണ് മാറ്റേണ്ടതെന്ന്. ട്രാഫിക് ഒന്നുമില്ല, അടുത്തല്ല. ഇതിൽ ട്രാഫിക് ഓക്കെ ഗൈസ്. ഇവിടെ കോളനി അല്ലല്ലേ ഇത്. ഇവിടെ ഞാൻ പെട്ടെന്ന് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണുന്നത് നല്ല വരുന്നുണ്ട്. ഓ വീടാ ഇവിടെ കൊക്കേൻ്റെ ഒരു ഗമ്മ ഉണ്ടോ. ഗൈസ് പോവാ. ഇനി ഞാൻ എന്തായാലും അധികം നിന്ന് ഇവിടെ വീഡിയോ ലെങ്തി ആക്കുന്നില്ല, ഓവർ ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ 1S ഫ്രണ്ട് പോകുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ 1S ആയിട്ടുള്ളൊരു തമ്പനയിലാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ എടുക്കുന്നതിനേക്കാളും മുന്നേ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വീഡിയോൻ്റെ തമ്പനയിൽ നമ്മൾ 1S ആയിട്ടുള്ളതാണ് ഗൈസ്. അപ്പോൾ 1S ആണ് ഗൈസ് നമ്മുടെ അടുത്ത ലക്ഷ്യം.
അതെങ്ങനെ എടുത്തതെന്നുള്ളതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓ ഞാൻ വളച്ചതാടാ. ഞാനൊന്നും ചെയ്തില്ല. ഒക്കെ അവനെ തെറ്റാ. ഇവനാ ഞാൻ കാണിച്ചു തരാം. ഇവനുണ്ടല്ല അടിച്ച് ഡാൻസ് കളിക്കുന്നതിൻ്റെ കൂടെ. ഇതൊക്കെ ഞാൻ തന്നെ ഇത് ചെയ്യാൻ. ഞാൻ റെഡിക്ക് വളച്ചിട്ടുണ്ട് കേട്ടോ. വണ്ടി വളയുന്നില്ല. വണ്ടി ഇത് ചരിക്കുമ്പോഴത്തേക്ക് എയറിൽ കയറും അപ്പുറത്തെ ടയർ. ഒന്നപ്പോൾ വളയില്ല കൈസ്. വീഡിയോ ഭയങ്കര ലെങ്താടാ. ഞാൻ പോവല്ലേ. ഇവർ ലോഡിങ് കഴിഞ്ഞാൽ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ലോഡിങ് ഇല്ലാന്ന് തോന്നുന്നു. നേരെ ഡെസ്റ്റിനേഷൻ ആണെന്ന് തോന്നുന്നു അല്ലേ. എനിക്കറിയില്ല ഗൈസ്. ഓ ഇവിടെ നിന്നൊക്കെ നല്ല എടാ വണ്ടി മറയാടാ. ഓഹോ ഇത് മറ്റേ ഒരു കുട്ടി വളഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ ഓടിയിട്ട് പെട്ടെന്ന് വളയില്ലേ. മനുഷ്യന്മാർ വളയുന്ന കേട്ടോ ബസ് വളഞ്ഞു. ഓക്കെ അപ്പോൾ ഈ ഒരു മോഡ് ഞാൻ ഇന്നത്തതോടുകൂടി ഗൈസ് നമ്മൾ ഇന്നത്തതോടെ ഈ ഒരു TV സെറ്റ് PS6 സെറ്റ് ആസ്ട്ര ഇതിൻ്റെ മോഡ് നമ്മൾ ഇവിടെ വെച്ച് ബാൻ ചെയ്യുകയാണ് ഗൈസ്. ഇനി വരില്ലാന്നല്ല, കുറേ കഴിഞ്ഞാൽ ഉണ്ടാവും. ഇപ്പോൾ എന്നേക്കുമായി 5-6 മാസത്തേക്ക് ഞാനത് ബാൻ ചെയ്തു ഗൈസ്. സത്യം ശിവം സുന്ദരം വിത്ത് ഹോൺ ടൈംസ്. അയ്യോ വഴിമാറിപ്പോയി. എങ്ങോട്ടാണ്? സത്യം വിത്ത് ഹോൺ ടൈംസ് വഴിമാറിപ്പോയി. ഇപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ കഴിയാറായിരിക്കണോ? ഇവിടെ എന്നാലും ഞാൻ എൻ്റെ മറ്റേ കളർഫുൾ സിറ്റി കണ്ടില്ല കേട്ടോ. സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളുടെ വീഡിയോ കഴിയാറായി. ഞാൻ എന്തായാലും അങ്ങോട്ട് ട്രാക്കിലോട്ട് കയറ്റുന്നില്ല വണ്ടി. നമുക്ക് തൽക്കാലത്തോട്ട് ഇവിടെ നിർത്താം. ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം ഗൈസ് നമ്മുടെ വീഡിയോ. ഓക്കെ ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. അപ്പോൾ അയ്യോ ലൈറ്റ് ഒക്കെ നമുക്ക് വണ്ടി പതിയെ അങ്ങോട്ട് ഓഫാക്കാം. ഓക്കെ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ലൈക്ക് ഗൈസ്, നമുക്ക് നോക്കട്ടെ ആർക്കൊക്കെ സപ്പോർട്ട് ഉണ്ട് നമ്മുടെ ചാനലിൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ നമ്മൾ വണ്ണം സർക്കണേ ഗൈസ്. ഈ ഒരു വീഡിയോ നമ്മൾ എന്തായാലും 100 ലൈക്സ് ആയിരിക്കും ഉറപ്പാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഇതൊന്നും എല്ലാവരും പറയാം, എങ്കിലും 100 ലൈക്സ് ആയിരിക്കും ഗൈസ്. കാണുന്നവരെല്ലാവരും ലൈക്ക് അടിക്കും. തമ്പനയിൽ തന്നെ വേണം നമ്മൾ ലൈക്ക് അടിക്കുന്ന വെക്കും ഗൈസ്. നമ്മൊരു ദാരിദ്ര്യത്തിലാണ് ഗൈസ് നമ്മുടെ ചാനൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 170 ആയി ഗൈസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ഇനി വെറും 30 സബ്സ്ക്രൈബേഴ്സ്. നിങ്ങളെക്കൊണ്ട് പറ്റും ഗൈസ്. നിങ്ങൾക്കൊക്കെ സിമ്പിളാണ് ഗൈസ് ഒരു 30 സബ്സ്ക്രൈബ് തരാം. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒരു 200 എത്തി ഗൈസ്. എങ്കിലും നമുക്കൊരു എന്തെങ്കിലും ഒരു കാര്യം നമുക്കൊരു പ്ലാൻ ചെയ്യാം ഗൈസ്. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വർക്ക് നമ്മൾ അല്ലെങ്കിൽ ഗൈസ് ഞാൻ സ്വന്തമായിട്ട് നമ്മളൊരു ബസ് നിർമ്മിക്കുന്നതാണ്. ഞാൻ മോഡലാണ്. ഓക്കെ, അത് ഞാൻ നിർമ്മിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ജ്വാല, പക്ഷേ ജ്വാലയല്ല ഗൈസ്, നമ്മൾ വേറെ ഒരു പേരിൽ നമ്മളൊരു സൂപ്പർ ഡൂപ്പർ ഇതേ സെഡാസ്ട്ര മോഡിൽ തന്നെയായിരിക്കും. അത് വേറെ കാര്യം, കാരണം സെഡോണൊന്നും ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ബസ് ഇറക്കുന്നതാണ് ഗൈസ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.